നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തായാലും നമുക്ക് പരസ്പരം തോന്നിയ ഇഷ്ടം ദൈവം തിരിച്ചറിഞ്ഞല്ലോ. അമ്മ ഇപ്പൊ ഏതു നേരവും വീണയുടെ കാര്യങ്ങളാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ എന്നെ ഫോൺ ചെയ്തിരുന്നു. കുറെ കാര്യങ്ങൾ സംസാരിച്ചു. പറഞ്ഞിട്ടും മതിയാവുന്നില്ല. അമ്മ അങ്ങനെയാണ്. അക്കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് വീണെ അമ്മ നോക്കിക്കോളും. നീ ഇതെവിടെയായിരുന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഇതുവരെ പറയാതെ വെച്ചിരുന്ന ചില കാര്യങ്ങള് ഞങ്ങള് പരസ്പരം പറയുകയായിരുന്നു. നീ പോയേ. എന്തു പറ്റിയടാ? വേണു നിന്നോട് പോവാനാ പറഞ്ഞത്. എടാ എന്തു പറ്റി നിനക്ക്? നിന്നോട് പോവാൻ പറഞ്ഞ അത് കേട്ടാ മതി. ഒന്ന് പോകുന്നുണ്ടോ? എന്നാ ശരി. എടാ എന്ത് മര്യാദ കേടാ നീ കാണിച്ചേ? അവനോട് അങ്ങനെയൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞാല് പിന്നെ എങ്ങനെയാ ഞാൻ പെരുമാറേണ്ടത്? എനിക്ക് മനസ്സിലൊന്നും മുഖത്ത് മറ്റൊന്നും വെച്ച് നടക്കാൻ അറിയില്ല. എടാ നീ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്തുവാ? അമ്മാവനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ അവിടെ നിന്ന് എടാ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പോയാ മതി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഭ്രാന്ത. ചില കാര്യങ്ങൾ കാണുമ്പോഴേ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്ത് പറ്റിയവന്? എനിക്കറിയില്ല അച്ഛാ. വേണുനെന്ത് തോന്നിക്കാണും. അത് സാരമില്ല, അവരെ കൂട്ടുകാരല്ലേ. ഇതുവരെ ഇല്ലാത്തൊരു പെരുമാറ്റം. കുറച്ച് കഴിയട്ടെ, ഞാൻ അവനോട് ചോദിക്കാം. എന്താ ഇത്? നുള്ളി പെറുക്കിയിരിക്കാതെ നിറച്ചെടുത്ത് കഴിക്കും മോളെ. അയ്യോ ആന്റി, ഞാൻ കുറച്ചേ കഴിക്കൂ. ഈ പ്രായത്തിലാണോ കുറച്ച് ഭക്ഷണം കഴിക്കുന്നത്? ഇപ്പൊ എന്തെങ്കിലും കാര്യമായിട്ട് കഴിച്ചാലേ കുറച്ചു നാള് കഴിയുമ്പോ ശരീരത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവും. കേട്ടോ, ഞാൻ നിത്യേന കേൾക്കുന്നതാ. ഡയറ്റിന്റെ ഭാഗമായി ഒരു നേരം ഭക്ഷണം കുറച്ചാലുണ്ടല്ലോ, അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ. അതൊന്നും വേണ്ട, ശ്രുതി മോളെ കഴിച്ചോളൂ. ശ്രുതി മോളെ, ആന്റിക്ക് മോളെ വല്ലാതങ്ങ് പിടിച്ചു പോട്ടു. ഞാനിപ്പോ എന്താ ആലോചിക്കുന്നറിയൂ? എന്താ? അല്ല, നമ്മുടെ ജീവന് താഴെ ഒരു ആൺകുട്ടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ കൂടി നമുക്ക് ഇങ്ങ് കെട്ടിക്കൊണ്ട് വരാമല്ലോ എന്ന് ആലോചിക്കായിരുന്നു. അത് നല്ല ചിന്തയാണല്ലോ അച്ഛാ. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ? പിന്നെ ശ്രുതി ഇവിടെ തന്നെ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് ശരവണനെ കൊണ്ട് കെട്ടിച്ചാലോ? നിനക്ക് കെട്ടിക്കൊണ്ടുവരുമൊന്നും വേണ്ട. ശ്രുതിമോൾ ഇതുപോലെ ഇനി ഇങ്ങോട്ട് വരും. എന്നിട്ട് വെക്കേഷൻ വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ അടുത്ത് വന്ന് നിൽക്കും. അല്ലേ മോളെ? ആന്റിയുടെ ഈ സ്നേഹം കണ്ട ആരാ പറ്റില്ല എന്ന് പറയാ. എന്താടാ, ഒരു സമ്മാനം കൊടുക്കാൻ പോയാല് അത് കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങി പോന്നൂടെ? അല്ല,
ഇനി ദിവസവും സമ്മാനങ്ങൾ വാങ്ങിച്ച് ആ വഴിയങ്ങ് പോകാനാണോ നിന്റെ ഉദ്ദേശം? ഏട്ടൻ എന്താ ഒരു ടെൻഷൻ പോലെ? ചേച്ചി വല്ലതും പറഞ്ഞോ? ഏയ് ഇല്ല. ശ്രുതി, താനൊന്ന് എണീറ്റേ. ഞാൻ തനിക്കൊരു കാര്യം കാണിച്ചു തരാം. ഇവൾ ഇവിടെ ഇരുന്ന് കഴിക്കട്ടടി. അതിനൊക്കെ സമയമുണ്ട്. ശ്രുതി, താനിങ്ങോട്ട് വാ. ഡാ, ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും അടുത്ത ബന്ധുക്കളായി മാറിയില്ലേ? എന്താച്ചാ? ഒന്നുമില്ല. സുജാതേ, പോയ സ്ഥലത്തെ ഓർമ്മകളിൽ നിന്ന് അവൻ ഇതുവരെ തിരിച്ചിറങ്ങിയിട്ടില്ല എന്നാ തോന്നുന്നു. ഇത് ജ്യോതിയുടെ മുറിയാണോ? പറയാം, താനിതൊക്കെ ഒന്ന് കാണ്. ഇനി ഇങ്ങോട്ട് വാ. എന്താ ഇത്? വണ്ടർ വേൾഡിൽ എത്തിയ പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ ജ്യോതിയുടെ ആണോ? അല്ല, പിന്നെ വരാൻ പോകുന്ന മരുമകൾക്ക് ഒരമ്മായിയമ്മ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വപ്ന ലോകവാ. എന്താ ആന്റി ഇതൊക്കെ? എല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനി ഒരുപാടുണ്ട്. എന്റെ നിത്യമോള് വീട്ടിൽ വന്ന് കയറുമ്പോ ഈ മുറി അവൾക്കുള്ളതാ. അവൾക്ക് ഇവിടെ ഇരുന്ന് വായിക്കാനും ഒരുങ്ങാനും ഒക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ കണ്ടുവെന്നൊന്നും നീ ചേച്ചിയോട് പോയി പറയില്ലേ, വഴക്കിടും അവൾ എന്നോട്. അമ്മ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാൻ പാടില്ല, പണം ചെലവാക്കാൻ പാടില്ല എന്നൊക്കെയാ കൂടെ കൂടെ എന്നോട് പറയുന്നത്. ഞാൻ പറയില്ല. ശ്രുതി, നിത്യേച്ചിക്ക് വേണ്ടി ഈ മുറി ഒരുക്കിയ ആള് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒന്നും ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല കേട്ടോ. നിത്യമോളെ കണ്ടതോടെ എന്റെ മൂത്ത മോൾ അവളാ, നീ അവൾക്ക് ഇളയത്. പിന്നെ ഞാൻ നിന്റെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടെങ്കിൽ നീ ചേച്ചി വരുമ്പോ പറഞ്ഞാ മതി, അവളെ നോക്കിക്കോളും നിന്നെ, അല്ലേ? അല്ല, നേരെ ഒരുപാട് വൈകിയല്ലോ. ശ്രുതിക്ക് പോണ്ടേ? ശ്രുതി എപ്പോ പോണോന്ന് നീയാണോടാ തീരുമാനിക്കുന്നത്? മോള് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഏട്ടൻ എന്നെ കൊണ്ടുവിടണമെന്നുള്ള പേടിയാണെങ്കിൽ വേണ്ട കേട്ടോ, ഞാൻ തനിച്ചു പൊക്കോളാം. എന്നാ ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.